ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നത് ഒരു പ്രീമിയം ക്വാളിറ്റി കളർ പെൻസിലാണ്. സാൻഫോർഡിൻ്റെ പ്രിസ്മാകളർ പ്രീമിയർ കളർ പെൻസിലാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഈ കളർ പെൻസിലുകൾ വേൾഡിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്യുന്നതാണ്. അവരുടെ പലരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ പെൻസിലുകളിലൊന്നാണ് പ്രിസ്മാകളർ. ഇതൊരു US മെയ്ഡ് പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് തുടർന്ന് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകതകളെന്ന് നോക്കാം. 72 കളേഴ്സിൻ്റെ ഒരു സെറ്റാണ് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത്. ഇതൊരു ടിൻ ബോക്സിലാണ് ഈ പെൻസിൽസ് വരുന്നത്. ഇതിൻ്റെ പല വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്. 12 സെറ്റിൻ്റെയും 24, 36, 48 എൻ്റെ കയ്യിലുള്ളതുപോലെ തന്നെ 72, പിന്നെ 132, 150 അങ്ങനെ പല വേരിയൻസിൽ ഇത് അവൈലബിൾ ആണ്. ഈ ബോക്സിൻ്റെ ടോപ്പിലെ ആ ലിഡിൻ്റെ മുകളിലായിട്ടൊരു ഇല്ലസ്ട്രേഷനും അതേപോലെ തന്നെ കളേഴ്സിൻ്റെ എണ്ണം പിന്നെ അവരുടെ പ്രിസ്മാകളർ എന്നുള്ള ബ്രാൻഡിങ് ഒക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബോക്സിൻ്റെ അടിഭാഗത്തും ചില ഡീറ്റെയിൽസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ബോക്സിനുള്ളിൽ 72 കളേഴ്സിൻ്റെ ഷെയ്ഡ്സും അതേപോലെ തന്നെ കളർ കോഡും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലായിട്ട് കമ്പനി അവകാശപ്പെടുന്ന പെൻസിലിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കളേഴ്സ് വീതമുള്ള 3 പ്ലാസ്റ്റിക് ട്രേയിലാണ് അവർ പെൻസിൽസ് അടുക്കി വെച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് ട്രേ അത്ര കട്ടിയില്ലാത്തതാണ്. നമ്മളത് എടുക്കുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് ബെൻഡായിട്ട് പെൻസിൽസൊക്കെ താഴെ വീണ് പോകാനുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ല ഡാർക്ക് ഷെയ്ഡ്സും അതേപോലെ തന്നെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്സും അവർ 72 കളേഴ്സിൻ്റെ സെറ്റിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പോർട്രേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് അത്യാവശ്യം വേണ്ടുന്ന ചില സ്കിൻ ടോൺസും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഈ 72 സെറ്റിൽ സിൽവറും അതേപോലെ തന്നെ ഗോൾഡും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പെൻസിലിൻ്റെ വുഡൻ കേസിന് മുകളിൽ ലെഡിൻ്റെ അതേ നിറമുള്ള കോട്ടിങ്ങും ആ കോട്ടിങ്ങിൽ അവരുടെ ബ്രാൻഡിങ് പ്രിസ്മാകളർ എന്ന് പറയുന്ന ബ്രാൻഡിങ് അതോടൊപ്പം തന്നെ കളർ നെയിം, കളർ കോഡ് എന്നിവയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പെൻസിൽസ് യൂഷ്വലി 2 ഷേപ്പിലാണ് വരുന്നത്. ഒന്ന് റൗണ്ട് ഷേപ്പിലും മറ്റൊന്ന് ഹെക്സഗണൽ ഷേപ്പിലുമാണ്. പ്രിസ്മാകളറിൻ്റെ പെൻസിൽസ് റൗണ്ട് ഷേപ്പിലാണ് ഒരു മാനുഫാക്ചർ. ഇതൊരു വാക്സ് ബേസ്ഡ് പെൻസിലാണ്. അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആൻഡ് ക്രീമിയാണ് ഇതിൻ്റെ പിഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഞാനിത് 3 വർഷം മുമ്പ് വാങ്ങുമ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 3000 ഇന്ത്യൻ റുപ്പീസ് ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനിത് വാങ്ങിയത് ആമസോൺ ഇന്ത്യ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇതിൻ്റെ പ്രൈസ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് 12,000 ഇന്ത്യൻ റുപ്പീസാണ്. 3 കൊല്ലത്തിനിടയിൽ 9,000 രൂപയുടെ ഒരു വ്യത്യാസം വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ പുതിയ സീരീസിലെ ആ ടിൻ ബോക്സിലുള്ള ആ ഒരു ഇല്ലസ്ട്രേഷനും മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിൻ്റെ ഒരു ഡിഫറൻസ് എന്തുകൊണ്ടാണ് വന്നതെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. മറ്റ് പല ബ്രാൻഡുകളും കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റിയിൽ കളർ പെൻസിലുകൾ നിർമ്മിച്ചുകൊണ്ട് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ടും പ്രിസ്മയുടെ ആ ഒരു പ്രൈസ് എന്തുകൊണ്ട് കുറയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കിനി ഈ പെൻസിലിൻ്റെ മറ്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊരു പേപ്പറിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ റാൻഡമായിട്ട് കുറച്ച് കളർ പെൻസിൽ എടുത്തിട്ടുണ്ട് ഈ പെൻസിൽസിൻ്റെ ഓരോ പ്രോപ്പർട്ടീസും ചെക്ക് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഈ പെൻസിലുകളുടെ ലെയറിംഗ് പ്രോപ്പർട്ടീസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് കുറച്ച് ടെക്സ്ചറുള്ള പേപ്പറാണ്, സ്മൂത്ത് സർഫസ് അല്ല. ഞാനിവിടെ വളരെ ലൈറ്റായിട്ടാണ് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. ടെക്സ്ചറുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ പിഗ്മെൻറ്റ് നല്ല രീതിയിൽ തന്നെ അത് പിക്ക് ചെയ്യും. അതുകൊണ്ട് അധികം പ്രഷർ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. തന്നെയല്ല ഈ പെൻസിൽസ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് പ്രഷർ അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഈ പെൻസിൽസിൻ്റെ ലെയറിംഗ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വളരെ മികച്ച തന്നെയാണ്. ഇതേപോലെ ഒരു ടെക്സ്ചറുള്ളൊരു പേപ്പറിൽ 7 മുതൽ 8 വരെയൊക്കെ ലെയർ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും.
ഇതേപോലത്തെ ടെക്സ്ചറുള്ള പേപ്പറായാലും അതേപോലെ തന്നെ സ്മൂത്തായിട്ടുള്ള പേപ്പറായാലും ഇത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ലെയറിങ് ഈ പറഞ്ഞതുപോലെ തന്നെ 5-6 ലെയറൊക്കെ സ്മൂത്തായിട്ടുള്ള സർഫസിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വളരെ സ്മൂത്തായിട്ടുള്ള ഫിനിഷിങ് വേണ്ടുന്ന ഡ്രോയിങ്സിനൊക്കെ നമുക്ക് ഈ പെൻസിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ അവസാനം ലെയർ ചെയ്യാനെടുത്തിരിക്കുന്നത് വൈറ്റ് കളർ പെൻസിലാണ്. വൈറ്റ് കളർ പെൻസിൽ എടുത്തതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും, ഡാർക്ക് കളേഴ്സിൻ്റെ മുകളിൽ ലൈറ്റ് കളേഴ്സും നമുക്ക് ലെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പെൻസിൽ ഇപ്പോൾ ചൂസ് ചെയ്തത്. നമ്മൾ അടുത്തായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ഈ പെൻസിൽസിൻ്റെ ബേർണിഷിംഗ് പ്രോപ്പർട്ടിയാണ്. ബേർണിഷിംഗ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ലെയറിങ്ങും ബ്ലെൻഡിങ്ങും ഒരേ ടൈമിൽ ഇൻവോൾവ് ആകുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഈ ബേർണിഷിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേപ്പറിൻ്റെ ആ ഒരു ടൂത്തോ അല്ലെങ്കിൽ ആ ഒരു ഗ്രെയിനി എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയില്ല. ഓരോ ലെയറും നല്ല പ്രഷർ കൊടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് ആ പിഗ്മെൻ്റ് എല്ലാം ടൂത്തിൽ നല്ലോണം ഇറങ്ങി ചെല്ലുകയും അത് ഫില്ലാകുകയും ചെയ്യും. നമ്മൾ പല ടൈപ്പിലുള്ള ഡ്രോയിങ്സ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടൈപ്പിൻ്റെയും ആവശ്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതേപോലെയുള്ള മെത്തേഡ്സ് ചൂസ് ചെയ്യുന്നത്. ലെയറിങ് ആയാലും അതേപോലെ തന്നെ ബ്ലെൻഡിങ് ആയാലും ബേർണിഷിംഗ് ആയാലും ഓരോന്നിൻ്റെയും ആവശ്യം അനുസരിച്ചിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. എല്ലാ ടൈപ്പ് ഡ്രോയിങ്ങിലും നമുക്ക് ഒരേ മെത്തേഡ് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ റിസൾട്ട് ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കിട്ടണമെന്നില്ല. ബേർണിഷിംഗ് മെത്തേഡ് ചെയ്യാൻ പ്രിസ്മ പോലെയുള്ള സോഫ്റ്റ് കോർ ലെഡുള്ള പെൻസിലുകളാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഹാർഡായിട്ടുള്ള ലെഡുള്ള പെൻസിലുകൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ചിലപ്പം നല്ല രീതിയിൽ വരണമെന്നില്ല. കാരണം അത് പേപ്പറിൻ്റെ ടൂത്തിനെ കണ്ടമാനം ഡാമേജ് ചെയ്യുമെന്നല്ലാതെ പിഗ്മെൻറ്റ് അതിലേക്ക് പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാനിവിടെ ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വൈറ്റ് കളർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ പെൻസിൽ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതേപോലെ ബേർണിഷിംഗ് അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി വേറെ ഏതെങ്കിലും ലൈറ്റ് ഗ്രേഡ് പെൻസിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. വൈറ്റ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. നമ്മൾ അടുത്തായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് പ്രോപ്പർട്ടിയാണ്. ഈ പെൻസിൽ വെച്ച് നമുക്ക് എത്രമാത്രം ഡീറ്റെയിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഇപ്പോൾ ഒരു പെൻസിൽ നല്ലോണം ഷാർപ്പൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പെൻസിൽസിൻ്റെ ഡീറ്റെയിലിംഗ് പ്രോപ്പർട്ടി ശരിക്കും പറഞ്ഞാൽ അത്ര നല്ലതല്ല. അതിന് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ പെൻസിൽ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള പെൻസിൽ വെച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ 1-2 ലൈൻസ് വരച്ചതിന് ശേഷം പിന്നീട് വരയ്ക്കുന്നതൊക്കെ ലൈൻസിൻ്റെ ആ ഒരു തിക്നെസ് അല്ലെങ്കിൽ ആ ഒരു വിഡ്ത്ത് കൂടി വരും. നമുക്കൊരു ഷാർപ്പായിട്ടുള്ളൊരു ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്കിനി ഈ പെൻസിൽസിൻ്റെ കളർ വൈബ്രൻസി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനിവിടെ 5 ഡിഫറെൻറ്റ് കളേഴ്സാണ് കളർ വൈബ്രൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം റിച്ചാണ് ആ കളേഴ്സ് എന്നുള്ളത്. കളർ വൈബ്രൻസി വളരെ മികച്ച തന്നെയാണ് ഈ പെൻസിൽസിൻ്റെ. ഇനി ഈ പെൻസിൽസ് നമ്മൾ പേപ്പർ ലെയർ ചെയ്തതിന് ശേഷം ഇത് എറേസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എറേസേഴ്സ് ഈ പിഗ്മെൻറ്റിൻ്റെ മുകളിൽ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ടോംബോയുടെ ഒരു സ്റ്റിക്ക് എറേസർ വെച്ചിട്ടാണ് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ ടൈപ്പ് എറേസേഴ്സ് പിഗ്മെൻറ്റിൻ്റെ മുകളിൽ കൂടി സ്കിഡ് ചെയ്ത് പോകുന്നതല്ലാതെ പിഗ്മെൻറ്റിനെ അത് ലിഫ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ടോംബോ പോലെയുള്ള സ്റ്റിക്ക് എറേസേഴ്സ് പ്രിസ്മ പോലെയുള്ള പെൻസിലിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു രീതിയിലും യൂസ്ഫുൾ അല്ല. നമുക്ക് അടുത്തായിട്ടൊരു ഇലക്ട്രിക് എറേസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലെ വാക്സി ആയിട്ടുള്ള പെൻസിലിൻ്റെ മുകളിൽ നമുക്ക് എഫക്റ്റീവായിട്ട് എറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഇലക്ട്രിക് എറേസറാണ് ഏറ്റവും ബെസ്റ്റ്. പൂർണ്ണമായിട്ടും ഇത് പിഗ്മെൻറ്റിനെ കംപ്ലീറ്റ് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു പേപ്പറിൻ്റെ ആ ഒരു വൈറ്റ് നമുക്ക് ലഭിച്ചില്ലെങ്കിലും ഒരു 80% പിഗ്മെൻറ്റ്സ് ഇത് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡീറ്റെയിലിങ്ങിന് ഈ ടൈപ്പ് എറേസേഴ്സ് നല്ലതാണ് പ്രിസ്മ യൂസ് ചെയ്യുമ്പോൾ. അടുത്തായിട്ട് ഈ പെൻസിൽസിൻ്റെ ബ്ലെൻഡിങ് പ്രോപ്പർട്ടീസ് എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാം. അതിനായിട്ട് 3 ഡിഫറെൻറ്റ് മീഡിയംസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് PB ഓയിൽ, രണ്ടാമത്തേത് ഓയിൽ പെയിൻറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യാറുള്ള സോൾവൻ്റാണ്, വൈറ്റ് സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിക്വിഡുണ്ട്. മൂന്നാമത്തേത് ഈ പെൻസിലിൽ തന്നെ വരുന്ന വൈറ്റ് കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നമുക്കിത് 3 എങ്ങനെയാണെന്ന് നോക്കാം.
നമുക്കപ്പോൾ ബേബി ഓയിൽ വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ഇതേപോലെ ഒരു കോട്ടൺ ബഡ് ഉപയോഗിച്ച് ബേബി ഓയിലിൽ മുക്കിയിട്ട് അപ്ലൈ ചെയ്ത കളേഴ്സിന് മുകളിൽ യൂസ് ചെയ്യുക. വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു കളർ ചേഞ്ചാണ് ഇവിടെ ഉണ്ടാകുന്നത്. ബേബി ഓയിൽ യൂസ് ചെയ്യുമ്പം നമ്മൾ ലെയർ ചെയ്ത കളേഴ്സ് നല്ല ഡാർക്കായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് വൈറ്റ് സ്പിരിറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വൈറ്റ് സ്പിരിറ്റ് യൂസ് ചെയ്യുമ്പോഴും കളേഴ്സ് നല്ല രീതിയിൽ ബ്ലെൻഡ് ആവുന്നുണ്ട്. നല്ല ഡാർക്കായിട്ടുള്ള കളർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ വൈറ്റ് കളർ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ബേർണിഷിങ് ചെയ്ത് കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടതാണ് വൈറ്റ് കളർ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണത് ബ്ലെൻഡ് ആവുന്നുള്ളത്. നമ്മൾ അപ്ലൈ ചെയ്ത കളേഴ്സിനെ അത് കുറച്ച് ലൈറ്റ് ആക്കും, പക്ഷേ വളരെ സ്മൂത്തായിട്ടുള്ളൊരു ഫിനിഷ് നമുക്ക് കിട്ടും. എല്ലാ കളർ പെൻസിലുകൾക്കും ഇതേപോലെയുള്ള ബ്ലെൻഡിങ് മെത്തേഡ്സ് സ്യൂട്ടബിൾ ആവണമെന്നില്ല. പ്രിസ്മകളർ ഒരു സോഫ്റ്റ് കോർ ലെഡുള്ള കളർ പെൻസിലാണ്, അതേപോലെ തന്നെ വാക്സ് ബേസ്ഡ് ആണ്. സിമിലർ കാറ്റഗറിയിലുള്ള പെൻസിലുകളായിരിക്കും കൂടുതൽ എഫക്റ്റീവ് ആകുക. സാധാരണ സ്റ്റുഡൻറ്റ് ഗ്രേഡ് കളർ പെൻസിലുകൾക്കൊന്നും ഈ മെത്തേഡ്സ്, ഈ ബ്ലെൻഡിങ് മെത്തേഡ്സ് ഒന്നും വർക്കൗട്ട് ആവണമെന്നില്ല. ഈ 3 മീഡിയംസ് കൂടാതെ പ്രിസ്മകളർ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ മാർക്കറ്റിൽ ഇറക്കിയേക്കുന്ന ഒരു ബ്ലെൻഡർ പെൻസിലുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് അവൈലബിൾ അല്ല. ഞാനത് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കത് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. അതിൻ്റെ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഞാനത് യൂസ് ചെയ്തപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത പിഗ്മെൻറ്റിനെ അല്ലെങ്കിൽ ആ കളേഴ്സിനെ അത് കുറച്ച് തുടച്ച് കളയുന്നതല്ലാതെ കാര്യമായിട്ടൊരു ബ്ലെൻഡിങ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതിന് ശേഷം അത് പിന്നീട് യൂസ് ചെയ്തിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് മെത്തേഡെന്ന് പറയുന്നത് പെൻസിൽ ലെയർ ചെയ്തിട്ട് അത് ബേണിഷ് ചെയ്യുക. ഏറ്റവും ലൈറ്റ് ഗ്രേഡ് കൊണ്ട് ഒന്ന് ബേണിഷ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ്. ഇനി നമുക്ക് ഈ പെൻസിൽസിനെ 2 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഷാർപ്നെസ് ഉപയോഗിച്ച് ഷാർപ്പൻ ചെയ്ത് നോക്കാം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഞാനൊരു ഓർഡിനറി ഹാൻഡ് ഹെൽഡ് ഷാർപ്പനറിലാണിത് ഷാർപ്പൻ ചെയ്ത് നോക്കുന്നത്. ഹാൻഡ് ഹെൽഡ് ഷാർപ്നെസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയാണ്. പെൻസിൽസിൻ്റെ ലെഡ് ഒരു മീഡിയം സൈസിലാണ് നമുക്ക് ഷാർപ്പനായി കിട്ടുന്നത്. ഇതിൻ്റെ അറ്റം കുറച്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. ഹാൻഡ് ഹെൽഡ് ഷാർപ്നെസ് ഉപയോഗിച്ച് പ്രിസ്മകളർ നമ്മൾ ഷാർപ്പൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെയിൻ ഇഷ്യൂസാണ് ഈ ബ്രേക്കേജ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ടേബിൾ ടോപ്പ് ഷാർപ്പനറിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് നോക്കാം. ഈ ടേബിൾ ടോപ്പ് ഷാർപ്പനറിലുള്ള ബ്ലേഡ് എന്ന് പറയുന്നത് ഒരു ഹെലിക്കൽ ബ്ലേഡാണ്. ഇവിടെ പെൻസിലല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇതിനകത്തുള്ള ബ്ലേഡാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പെൻസിലിൻ്റെ ആ ഒരു ലെഡ് അത്യാവശ്യം നല്ല ലെങ്തിലാണ് ഷാർപ്പനായിരിക്കുന്നത്. അതേപോലെ തന്നെ ബ്രേക്ക് ആവില്ല എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. ഇപ്പം പ്രിസ്മകളർ പോലെയുള്ള സോഫ്റ്റ് കോർ ലെഡ്സ് ഉള്ള പെൻസിലുകൾ യൂസ് ചെയ്യുമ്പം ഇതേപോലെയുള്ള ഹെലിക്കൽ ബ്ലേഡ് സംവിധാനമുള്ള ഷാർപ്പനർ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് മാനുവൽ ആയാലും അതേപോലെ തന്നെ ബാറ്ററി ഓപ്പറേറ്റഡ് ആയാലും ഇതേപോലെയുള്ള ഷാർപ്പനർ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പെൻസിലുകളുടെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു മേന്മ എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് കളേഴ്സ് തന്നെയാണ്. അപ്പം 150 മുകളിൽ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ പെൻസിൽസിൻ്റേത്. ഇതിൻ്റെ രണ്ടാമത്തേന്ന് പറയുന്നത് ഇതിൻ്റെ കളർ വൈബ്രൻസിയാണ്. അതായത് വളരെ റിച്ച് ആൻഡ് സ്മൂത്താണ് ഈ പെൻസിലുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ലെയേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബ്ലെൻഡിങ് മീഡിയംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പോർട്രേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ വെറൈറ്റീസ് ഓഫ് സ്കിൻ ടോൺസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പോർട്രേറ്റ് സെറ്റ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് സെറ്റ് തന്നെ പ്രിസ്മകളർ ഇറക്കിയിട്ടുണ്ട്. ഇനി ഈ പെൻസിലുകളുടെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് കൂടി പറയാം. ഇതിനകത്തെ മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. 72 കളേഴ്സിൻ്റെ ഒരു സെറ്റിന് 12,000 ഇന്ത്യൻ റുപ്പീസാണ് ഇപ്പോഴത്തെ ഓൺലൈൻ പ്രൈസ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് ബ്രേക്കേജ് തന്നെയാണ്. ഷാർപ്പൻ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ വരയ്ക്കുന്ന ടൈമിലും പെൻസിലുകൾ ബ്രേക്ക് ആവുന്ന ഒരു ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് പെൻസിലിൻ്റെ വുഡൻ കേസിലുള്ള ഒരു ക്വാളിറ്റിയുടെ പ്രശ്നമാണ്. ചില വുഡൻ കേസുകളൊക്കെ ബ്രേക്കായിട്ടായിരിക്കാം വരുന്നത്. ചില പെൻസിലുകളിൽ അതിൻ്റെ പിഗ്മെൻറ്റ് ലെഡിൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് സെൻറ്ററിലായിരിക്കില്ല. ഓഫ് സെൻറ്റേർഡ് പെൻസിലുകൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും പ്രിസ്മകളറിൽ. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് തന്നെയാണ്. ഓഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള പെൻസിലുകളുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളത് ഷാർപ്പൻ ചെയ്യുമ്പോൾ അത് ഷാർപ്പനായി വരുന്ന ഒരു ലെഡ് ഒരു സൈഡിലായിരിക്കാം. അതേപോലെ തന്നെ ബ്രേക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രിസ്മകളർ ഒരു എക്സലൻറ്റ് ക്വാളിറ്റി പെൻസിലാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. എന്നാൽ അതൊട്ടും മോശമാണെന്നും എനിക്ക് പറയാൻ കഴിയില്ല, കാരണം ഞാനത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഇത് എത്രത്തോളം മാറ്റം നിങ്ങളുടെ ആർട്ട് വർക്കിൽ കൊണ്ടുവരും എന്നുള്ളത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്നാമത്തേത് നിങ്ങൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് വർക്ക്, രണ്ടാമത്തേത് നിങ്ങളുടെ സ്റ്റൈല്, പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന സർഫസ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഔട്ട്പുട്ടിൽ വ്യത്യാസം ഉണ്ടാകാം.
അപ്പം ഒരിക്കലും പ്രിസ്മാക്കളർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡ്സ് നല്ലതാണ്, ഇത് മോശമാണെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. അത് എത്രത്തോളം ഭംഗിയായിട്ട് യൂസ് ചെയ്യുന്നു, എത്രത്തോളം നല്ല രീതിയിലൊരു മെറ്റീരിയലിനെ യൂസ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ വർക്കും നന്നാവുക. അതുകൊണ്ട് ഒരിക്കലും ഒരു പ്രോഡക്റ്റ് മോശമാണ്, ഈ പ്രോഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയില്ല. പിന്നെ ഇത്രയും പ്രൈസ് കൊടുത്ത് ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ ഒരിക്കലും ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് ഈ പെൻസിലുകൾ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി എന്ന് പറയുന്നത് തീരെ ഇല്ലാത്തൊരു സാധനമാണ്. ഓൺലൈൻ മാർക്കറ്റുകളിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അതും ഇത്രയും കോസ്റ്റ്ലി ആയൊരു സ്ഥിതിക്ക് ഇത് വാങ്ങി പരീക്ഷണം നടത്താൻ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.